അദ്ദറസുൽ അവ്വൽ ഇന്നൽ മാഅ തഹൂറ ഈ ബോട്ടലുകളിലെല്ലാം വെള്ളമുണ്ട്. ഒന്നാമത്തേത് തഹൂർ, രണ്ടാമത്തേത് താഹിർ, മൂന്നാമത്തേത് മുതനജ്ജിസ്. അപ്പൊ എത്ര വെള്ളമായി? 3 വിധം വെള്ളമായി അല്ലേ? മേശപ്പുറത്ത് വെച്ച വെള്ളം ഉസ്താദ് പരിചയപ്പെടുത്തി. തഹൂറായ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാം, കുളിക്കാം. മുതനജ്ജിസ് ശുദ്ധീകരിക്കാം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തഹൂറായ വെള്ളം. തഹൂറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്. മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിനു കഴിയില്ല. ഉദാഹരണം: മുന്തിരി ജ്യൂസ് തഹൂറാണ്, കുടിക്കാൻ പറ്റും. അതുപയോഗിച്ച് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. മൂന്നാമത്തെ വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. അത് മുതനജ്ജിസാണ്. നജസ് വീണ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ? ജാബിർ ചോദിച്ചു. കുളത്തിൽ ധാരാളം 2 കുല്ലത്തോ അതിൽ അധികമോ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കാം. നജസ് വീണ വെള്ളം 2 കുല്ലത്തിൽ കുറവാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്രകാരം തന്നെ 2 കുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം വന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം അത് മുതനജ്ജിസായ വെള്ളമാണ്. ബോട്ടലിലുള്ള തഹൂറായ വെള്ളത്തിൽ ഉസ്താദ് അല്പം ജ്യൂസ് ഒഴിച്ചു. അസ്മാ: ഇതുപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? ഉസ്താദ്: ഇല്ല, വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട്. ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തിനും മുന്തിരി ജ്യൂസിൻ്റെ വിധിയാണ്. സിനാൻ: ഏതാണ് ഫർളിൽ ഉപയോഗിച്ച വെള്ളം? ഉസ്താദ്: വുളൂഇൻ്റെ ഫർളുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. മുഖം കഴുകൽ ഫർളാണ്. മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ
അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം അത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. ജാബിർ അപ്പോൾ ഹൗദിൽ നിന്ന് വുളൂ എടുക്കാൻ പറ്റുമോ? എല്ലാവരും ഫർളിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് തന്നെ വീഴുകയല്ലേ? ഉസ്താദ് പറ്റും. അത് 2 കുല്ലത്തുണ്ട്. 2 കുല്ലത്തും അതിൽ കൂടുതലുമുള്ളതിന് ഈ നിയമം ബാധകമല്ല.